ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറിനായാലും നമ്മൾ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റിയതാണ് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത്. നമുക്ക് അതിലേക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനം ഓട്സ് ആണ് കേട്ടോ. ഓട്സ് വേണം, ഒരു 3-4 വറ്റൽമുളക് വേണം, കരിവേപ്പില, ചെറുതായിട്ട് അരിഞ്ഞ ഒരു ക്യാരറ്റ്, അതിലേക്ക് ഒരു സവോളയും കൂടി വേണം കേട്ടോ. പിന്നെ ഞാൻ ഗ്രീൻ പീസ് തലേദിവസം തന്നെ വെള്ളത്തിലിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ആവശ്യത്തിനുള്ള തേങ്ങയും കൂടി ചിരണ്ടി വെച്ചിട്ടുണ്ട്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എണ്ണ ഒഴിച്ച് ചട്ടി വെച്ച് അതിലേക്ക് കടുക് പൊട്ടിയ ശേഷം നമുക്ക് ഒരു 3-4 വറ്റൽമുളക് ഉള്ളത് അത് അതിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് കരിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അതൊന്ന് നമുക്ക് ഇളക്കി മിക്സാക്കി കൊടുത്ത ശേഷം നമുക്ക് സവോളയും കൂടി ചേർത്ത് കൊടുത്ത് സവാളയെല്ലാം ഫുള്ളും ചേർത്ത് കൊടുത്ത് നമുക്ക് അതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന ക്യാരറ്റും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം വഴറ്റി കൊടുക്കുക. ക്യാരറ്റ് പകുതി വെന്താൽ മതി, ഫുള്ള് വേകണ്ട കേട്ടോ. ഓട്സിൻ്റെ കൂടെ ക്യാരറ്റ് ചെറുതായിട്ട് കടിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ്. ഇതൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് വേറൊരു ചട്ടിയിൽ ഓട്സ് ഇട്ട് കൊടുത്ത് നമ്മുടെ ആ ഓട്സിൻ്റെ ഒരു കളർ ചേഞ്ച് ചൂടായ ശേഷം ഒരു കളർ ചേഞ്ച് ആവില്ലേ, അതിന് ശേഷം നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഓട്സ് ഏകദേശം ആയി വന്നിട്ടുണ്ട്, അത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റിയിടാം. അന്നേരത്തേന് നമുക്ക് ആ വാടി വന്ന ക്യാരറ്റിലേക്ക് വെന്ത ഗ്രീൻ പീസും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. നമുക്ക് നല്ലോണം വഴറ്റി കൊടുത്ത് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങയും കൂടി ചേർത്ത് കൊടുത്ത് തേങ്ങയുടെ ആ പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയ ശേഷം നമുക്ക് ആ നേരത്തെ ചൂടാക്കി വെച്ച ഓട്സും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഓട്സിലേക്ക് ആ തേങ്ങയുടെയും ക്യാരറ്റിൻ്റെ ഒക്കെ വെള്ളം പിടിച്ച ശേഷം നമുക്ക് ഒരു ഗ്ലാസ് ചൂടുവെള്ളം വേണം. ആ ചൂടുവെള്ളം കൂടി നമുക്ക് ഈ ഓട്സിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലോണം മിക്സ് ആക്കിയ ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ആ വെന്ത് വന്നതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ നെയ്യുണ്ട് ആവശ്യമുണ്ട്, ആ നെയ്യും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലോണം ഇളക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉപ്മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഉപ്മാവ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ.